ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു പ്രിയ പാഷൻ ആൻഡ് റിലാക്സേഷൻ. ചക്ക സീസണൊക്കെ കഴിഞ്ഞു. പക്ഷേ ചക്കക്കുരു ആരെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എടുത്ത് പുറത്തെടുത്തോളൂ. ഇന്ന് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു 3 വീഡിയോ ചക്കക്കുരുവും ചക്കയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിലിടാം. ചക്കക്കുരു മെഴുക്ക് വരട്ടി നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഡിഫറെൻ്റ് ഒരു പ്രിപ്പറേഷനാണ്. ഫസ്റ്റ് ടൈം ഇൻ യൂട്യൂബ്. ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ചക്കക്കുരു കൊണ്ടുവന്നിരുന്നേ. നാട്ടിൽ നല്ല മഴയായതുകൊണ്ട് ഇതാ പുറത്തൊക്കെ ഇതുപോലെ പൂപ്പൽ പോലെ കാണുന്നുണ്ട്. പൊളിച്ച് നോക്കിയിട്ട് നല്ലത് മാത്രം നോക്കി നമുക്ക് എടുക്കാം. ഇന്നത്തേത് ഒരു തോരനാണ്. ചക്കക്കുരു വെച്ചിട്ട് മെഴുക്ക് വരട്ടി ഞാനന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഒന്ന് കാണാം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതിൻ്റെ ലിങ്ക്. ഇത് ഇതുപോലെ പൊളിച്ചിട്ട് നല്ലത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നല്ലത് നോക്കി ഇതിലൊന്ന് തോലൊക്കെ ഒന്ന് കഴിഞ്ഞ് നമുക്ക് എടുത്തിട്ട് വരാം. എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. 1-2 മാത്രം ഇങ്ങനെ മോശമായിട്ടുള്ളൂ. അത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഇനി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അത് നമുക്കൊരു കുക്കറിലിട്ട് സ്റ്റീം ചെയ്യാം. കഴുകി ഇതുപോലെ ഒരു പാത്രത്തിലിട്ടുണ്ട്. ഇനി കുക്കറിൽ വെച്ചിട്ട് 3-4 വിസിലടിപ്പിക്കാം. ചക്കക്കുരു സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കുറച്ചായിട്ട് ഇട്ടിട്ട് ക്രഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാകത്തിനനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അടിയിലുള്ളതൊക്കെ കൂടുതൽ ക്രഷ് ആവും, മേലെയുള്ളതൊക്കെ വലിയ വലിയ പീസായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പീസസ് ആയിട്ട് പാകത്തിന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലും വലിയ പീസസൊക്കെ കാണും, തീരെ ക്രഷ് ആവാത്തതുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും തിരിച്ചിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു സവാള, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെപ്പർ, കറിവേപ്പില, പച്ചമുളക്, തേങ്ങ, പിന്നെ ജീരകം വേണം. ചെറിയ ജീരകം ഒരു 1/2 സ്പൂണ്, പിന്നെ പെരുംജീരകം 1 സ്പൂണ്. പിന്നെ വറുത്തിടാനായിട്ട് കടുകും ചുമന്ന മുളകും കറിവേപ്പിലയും അത് മാറ്റി വെക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളി ചെറുതാണെങ്കിൽ ഒന്നും ഫുള്ളായി എടുക്കുക, അല്ലെങ്കിൽ പകുതി ആയാലും മതി. എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഈ ക്രഷ് ചെയ്ത മസാല ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് ക്രഷ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തവ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ചുമന്ന മുളകും കറിവേപ്പില അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും ബാക്കി കൂട്ടും കൂടെ അതിൽ ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ആഡ് ചെയ്യുക. അതിൻ്റെ നമ്മൾ സ്റ്റീം ചെയ്തെടുത്താണ്, എങ്കിലും കുറച്ചുകൂടെ ഒന്ന് വെന്ത് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിച്ച് നന്നായി യോജിപ്പിക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതിനിടയിൽ ഇടണം. കുരുമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൂടാണ്ട് പച്ചമുളകും ഉണ്ട്. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവ് ഇടാം, കാരണം സൂക്ഷിച്ച് വെച്ച ചക്കക്കുരുവിന് മധുരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മധുരം വേണ്ട എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് പച്ചമുളകിൻ്റെ കൂടെ നമുക്ക് ചുമന്ന മുളകിൻ്റെ പൊടിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുരുമുളകോ പച്ചമുളകോ കൂട്ടിയും ഇടാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. നമ്മൾ ചക്കക്കുരുവൊക്കെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുമല്ലോ, ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ സീസണല്ല, ഓഫ് സീസൺസിലൊക്കെ നമുക്കിത് ഉണ്ടാക്കാം. ചക്കക്കുരു നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലോ, അങ്ങനെ ഓഫ് സീസണിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വിഭവമാണ്. ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചക്കക്കുരു കയ്യിലുള്ളവരൊക്കെ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തവർ അടുത്ത സീസണിലേക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.